പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പത്രങ്ങൾ എന്ന മേഖലയിൽ നിന്ന് ഇനി വരാൻ പോകുന്ന PSC എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SCERTയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പത്രങ്ങൾ, അവയുടെ സ്ഥാപകന്മാർ, പത്രാധിപർ എന്നിവയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക, ഉത്തരം നൽകാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? ഉത്തരം CP ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ. പശ്ചിമോദയം എന്ന പത്രം തുടങ്ങിയത് ആര്? പശ്ചിമോദയം എന്ന പത്രം തുടങ്ങിയത് ആരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കിയ ബ്രിട്ടീഷ് പ്രഭു ആരായിരുന്നു? പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കിയ ബ്രിട്ടീഷ് പ്രഭു ആരായിരുന്നു? ഉത്തരം ലിട്ടൻ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏതാണ്? ഉത്തരം രാജ്യസമാചാരം. പ്രാദേശിക പത്രങ്ങൾക്ക് നിയന്ത്രണമേൽപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കിയ വർഷം ഏതാണ്? പ്രാദേശിക പത്രങ്ങൾക്ക് നിയന്ത്രണമേൽപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം 1878. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായിരുന്ന നേഷൻ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായിരുന്ന നേഷൻ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷനിലും ഉണ്ട് ഷാ, ഗോപാലകൃഷ്ണ ഗോഖലെയിലും ഉണ്ട് ഷാ. അപ്പം നമുക്കത് ഓർത്തു വെച്ച് പഠിക്കാം. അടുത്ത ചോദ്യം, ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളായിരുന്ന യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളായിട്ടുള്ള യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം മഹാത്മാഗാന്ധി. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളായിരുന്ന കേസരി, മറാത്ത എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കേസരി, മറാത്ത എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം ബാലഗംഗാധര തിലക്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായിരുന്ന വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ദാദാബായ് നവറോജി. തൊഴിലാളി ക്ഷേമം മുൻനിർത്തി വേലക്കാരൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ച നവോത്ഥാന നായകൻ ആരാണ്? വേലക്കാരൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളായിരുന്ന ഹിന്ദു, സ്വദേശിമിത്രം എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഹിന്ദു, സ്വദേശിമിത്രം എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം G. സുബ്രഹ്മണ്യ അയ്യർ. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ സമരകാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതാണ്? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ സമരകാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതായിരുന്നു? ഉത്തരം യങ് ഇന്ത്യ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായിരുന്ന ബംഗാളി എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബംഗാളി എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. സമ്പാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആര്? സമ്പാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? ഉത്തരം ബംഗാൾ ഗസറ്റ്. മിതവാദി എന്ന പത്രം തലശ്ശേരിയിൽ നിന്ന് ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്? മിതവാദി എന്ന പത്രം തലശ്ശേരിയിൽ നിന്ന് ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്? ഉത്തരം 1907 തൊട്ടാണ് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് ലാലാ ലജ്പത് റായ്. സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം ഏതാണ്? സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം 1910. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായിരുന്ന ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ് നേതൃത്വം നൽകിയത്.
പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കാനും തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനും ഒക്കെയാണ്. അപ്പോൾ എല്ലാ പത്രങ്ങളും അവയുടെ സ്ഥാപകന്മാരും പ്രധാനമായിട്ടും പഠിക്കണം. SCERT തന്നെ ധാരാളമാണ് പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ പഠിക്കാൻ. അപ്പോൾ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ചാപ്റ്ററുകളിലൊക്കെ കടന്നുപോയാൽ നമുക്ക് ഇഷ്ടംപോലെ പത്രങ്ങളും അവയുടെ സ്ഥാപകന്മാരെയും നമുക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.